എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ലിബി സജീവ്. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പൊതിച്ചോറുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പൊതിച്ചോറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിനുമുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞു പൊതിച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. കാണിക്കുന്നതിലെ റെസിപ്പി പലതും ഞാൻ നേരത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പൊതിച്ചോറിന് വേണ്ടത് കിഴങ്ങ് മെഴുക്കുരട്ടിയാണ്. ഇപ്പം ഞാനൊരു 4 മീഡിയം സൈസിലുള്ള കിഴങ്ങ് അരിഞ്ഞിട്ടുണ്ട്, ഇതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ കിഴങ്ങ് മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ്, പച്ചമുളക്, സവോള എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. ഇത്രയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കും. ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ആവിയിലിരുന്ന് ഇത് പെട്ടെന്ന് വെന്തോളും. മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കിഴങ്ങ് മെഴുക്കുരട്ടി റെഡിയായി കിട്ടും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ചിട്ട് ഇതിൻ്റെ ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. ഇതൊന്ന് വെന്ത് പാകമാകുന്ന സമയത്ത് പിന്നെ ഇത് നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറു തീയിലിട്ട് ഇത് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുരിച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കിഴങ്ങ് മെഴുക്കുരട്ടിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഞാനതൊരു ചെറു തീയുടെ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിങ്ങനെ വരട്ടിയെടുക്കുക. ഇപ്പോൾ തന്നെ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. പിന്നെ വേണ്ടത് ചമ്മന്തിയാണ്. ഞാനിവിടെ വറ്റൽ മുളകും കൊച്ചുള്ളി ആദ്യം വഴറ്റിയെടുത്തതിന് ശേഷം ഉണക്കച്ചെമ്മീൻ ഇതേപോലെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. അതിൻ്റെ നാരൊക്കെ ഒന്ന് കളയണം. അതിനുശേഷം പിന്നെ ഒരു ജാറെടുത്തിട്ട് അതിലോട്ട് തേങ്ങായ, ആദ്യം വറ്റൽ മുളകും കൊച്ചുള്ളിയും ചതച്ച്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ തേങ്ങായ, പിന്നെ അതിനുശേഷം പ്രോൺസും കൂടി ഇട്ട് ഉണക്കച്ചെമ്മീനും കൂടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡിയാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നേരത്തെ നമ്മളിതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട പൊരിച്ചതാണ്. അപ്പം നമ്മുടെയൊക്കെ സൈഡിലോട്ട് ഉള്ളതുപോലെ മുട്ട പൊരിച്ചയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ മുട്ട നന്നായിട്ട് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് 2-3 പച്ചമുളക്, കുറച്ച് തേങ്ങാപ്പീര തിരുമിയത്, പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ അതേപോലെ മുട്ടയും പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊതിച്ചോറിന് ആവശ്യമായിട്ടുള്ളത് ഉണക്കമീനാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉണക്കമീനൊക്കെ ഞാൻ കഴുകി റെഡിയാക്കി വെച്ചേക്കുവാണ്. ഞാനിവിടെ കുറിച്ചിയാണ് എടുത്തേക്കുന്നത്. എൻ്റെ കഴുകി വൃത്തിയാക്കി, പ്രത്യേകിച്ച് മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക. ഉണക്കമീൻ്റെ 2 സൈഡും വെന്ത് കഴിഞ്ഞ് എന്നിട്ട് ഇതേപോലെ തിരിച്ച് മറിച്ച് വിട്ടാൽ ഉണക്കമീനും റെഡിയായിട്ട്. പിന്നെ വേണ്ടത് നമ്മൾ ഒഴിച്ചുകറിയാണ്, മോര് കാച്ചിയത്. തേങ്ങ അരയ്ക്കാത്ത മോര് കാച്ചിയതാണിത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. 1/2 ലിറ്റർ തൈരിനകത്തോട്ട് 1 ടീസ്പൂൺ ഉലുവായും ജീരകവും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കടുക് താളിച്ചെടുത്താൽ നമ്മുടെ ഈ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പൊതിച്ചോറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില നമുക്ക് ഒന്ന് വാട്ടിയെടുക്കണം ആദ്യം. അപ്പോൾ വാഴയിലയുടെ 2 സൈഡും തിരിച്ചും മറിച്ചും ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം വാട്ടിയെടുത്ത ഇല ഒരു ഷീറ്റ് പത്രപ്പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ ഈ ഇല വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. ഇനി അതിനകത്തോട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വിളമ്പാം. ആ ഒരു സൈഡിൽ ഞാൻ ചോറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ വേവിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ചോറ്, ആവശ്യത്തിന് ചോറ്, നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് ചോറെടുക്കുക. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് കിഴങ്ങ് മെഴുക്കുരട്ടി, പിന്നെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി, പിന്നെ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കുറിച്ചി. അതേപോലെ തന്നെ പൊതിച്ചോറിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണ് അച്ചാർ. നാരങ്ങ അച്ചാറാണ്. നമ്മുടെ നാരങ്ങയുടെ തൊലി വെച്ചുള്ള അച്ചാർ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് മുട്ട പൊരിച്ചത്. ലാസ്റ്റ് നമ്മുടെ മോര് കാച്ചിയതോട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു പൊതിച്ചോറ് റെഡി. അപ്പോൾ എല്ലാവർക്കും ഈ പൊതിച്ചോറ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത്ര ഈസിയാണ്. കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ
ചോറ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഒരു ഉച്ചയൊക്കെ കഴിക്കേണ്ടവർ രാവിലെ തന്നെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഇലയുടെ മണമൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം ഇല ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ താഴെയിട്ടേക്കുന്ന പേപ്പറും കൂടി ഇട്ട് കവർ ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറ് റെഡി. നിയാമോക്ക് വേണ്ടി നമ്മളൊരു കുഞ്ഞു പൊതിച്ചോറൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അതും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ പൊതിച്ചോറൊക്കെ ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ ഇതേപോലെ വെച്ചതിന് ശേഷം കഴിച്ചാൽ നല്ല സ്വാദായിരിക്കും. അപ്പോൾ ഒരു 4-5 മണിക്കൂറിന് ശേഷം നമ്മുടെ പൊതിച്ചോറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. കണ്ടല്ലോ, അസാധ്യ വാസനയാണ്. അപ്പം കുട്ടികൾക്ക് 2 പേർക്കും നമ്മൾ താഴെ പായൊക്കെ വിരിച്ച് അതിലോട്ട് വെച്ചിട്ട് അവരെ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി അങ്ങനെ റെഡിയാക്കി കൊടുത്തേക്കാണ്. അതുകൊണ്ട് നമ്മൾ കറികളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ അത് അടിപൊളി ടേസ്റ്റുള്ള കറികളുമാണ്. ആ ഉണക്കമീൻ അല്ലെങ്കിൽ അച്ചാറും മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.